അങ്ങനെ സർക്കാരിനെ തോൽപ്പിക്കാൻ പോളിംഗ് ബൂത്തുകളിൽ ജനം വരി നിന്നു എന്ന ചൊല്ല് ബീഹാറിൽ മറ്റൊരു തലത്തിൽ പ്രതിഫലിച്ച കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. നിതീഷ് കുമാർ സർക്കാർ തുടരാൻ തന്നെ ജനം ബൂത്തുകളിൽ വരി നിന്നു, പ്രത്യേകിച്ചും വനിതാ വോട്ടർമാർ. പ്രവചനത്തിലും വലിയ വിജയം NDA മുന്നണിക്കുണ്ടായി. വികസന ക്ഷേമ പദ്ധതികളിലൂടെ ജനങ്ങളുടെ വിശ്വാസം സർക്കാരിന്റെ തുടർഭരണം സമ്മാനിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തെ മിക്ക വലിയ പദ്ധതികളും പൂർത്തിയായത് ഈ സർക്കാരിന്റെ കാലത്താണ്. തുടർഭരണത്തിലൂടെ പദ്ധതികൾ തളർച്ചയില്ലാതെ പൂർത്തിയായി. വികസനം കാഴ്ചയായി മാറി. ജനങ്ങളുടെ മുന്നിലുണ്ടായിരുന്നു ആ വികസനങ്ങൾ. ഇന്ത്യ സഖ്യം അധികാരത്തിൽ വന്നാൽ ഈ വികസന പദ്ധതികൾക്ക് കേന്ദ്രം പണം തരില്ല, പണം നൽകില്ല എന്നൊരു പ്രചാരണവും അവിടുത്തുകാരെ സ്വാധീനിച്ചിട്ടുണ്ടാകാം. അങ്ങനെ ബീഹാറിൽ NDA വീണ്ടും അധികാരത്തിലേക്ക് വരുന്നു. മറുവശത്ത് ഇന്ത്യ സഖ്യം തകർന്നടിഞ്ഞു. സഖ്യത്തിൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലേതുപോലെ RJD മാത്രമാണ് സ്വാധീനം അല്പമെങ്കിലും നിലനിർത്തിയത്. രാഹുൽ ഗാന്ധി വോട്ടർ അധികാർ യാത്ര നടത്തി. തേഞ്ഞ കാലിന് ഇനി മരുന്ന് പുരട്ടാം. ഹൈഫൈ പരിശോധിക്കുന്നു. മഹാഗഠബന്ധൻ എന്തുകൊണ്ട് തോറ്റു? അപ്പം ഈ തിരഞ്ഞെടുപ്പിൽ നിതീഷ് കുമാറാണ് താരമെന്ന് നിസ്സംശയം പറയാം. BJP ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകുമ്പോൾ ഈ തിരഞ്ഞെടുപ്പിലെ താരം JDU തന്നെയാണ്. JDUവിന്റെ നിതീഷ് കുമാർ തന്നെയാണ്. RJDക്ക് 42 സീറ്റ് നഷ്ടപ്പെട്ട് കൂപ്പുകുത്തിയപ്പോൾ JDU 35 സീറ്റുകൾ കൂടുതൽ പിടിച്ചെടുത്ത് BJPക്കൊപ്പം മുന്നേറുന്ന കാഴ്ച ഇന്ന് തുടക്കം, അതായത് പോസ്റ്റൽ ബാലറ്റ് എണ്ണി തുടങ്ങുന്ന ഘട്ടം മുതൽ തന്നെ നമ്മൾ കണ്ടു. ജനപ്രിയ മുഖ്യമന്ത്രി എന്നൊരു പ്രതിച്ഛായ വീണ്ടും അടിവരയിട്ടുറപ്പിക്കുകയാണ് നിതീഷ് കുമാർ. തന്റെ മുഖ്യമന്ത്രി കസേരയ്ക്ക് ഒരു കോട്ടവും അല്ലെങ്കിൽ ഒരു അവകാശവും പറഞ്ഞ് ആരും വരേണ്ടതില്ലെന്നും നിതീഷ് ഉറപ്പിക്കുകയാണ് ഈ തിരഞ്ഞെടുപ്പ് ഫലത്തോടുകൂടി. മുഖ്യമന്ത്രി മഹിളാ റോസ്ഗാർ യോജന ഏറ്റു. 10,000 രൂപ അക്കൗണ്ടിലേക്ക് എത്തിയ സ്ത്രീകൾ കൂട്ടത്തോടെ നിതീഷിന് വോട്ട് ചെയ്തു. വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ മുസ്ലിം വിഭാഗത്തെ ലക്ഷ്യമിടുന്നു എന്ന പ്രചാരണം തടയാൻ JDU ഇറക്കിയ മുസ്ലിം സ്ഥാനാർത്ഥികളിൽ ഭൂരിഭാഗവും വിജയിച്ചതും നമ്മൾ ഇന്ന് ബീഹാറിന്റെ തിരഞ്ഞെടുപ്പ് ഫലം നോക്കുമ്പോൾ കാണാൻ കഴിയും. ന്യൂനപക്ഷങ്ങളുടെ പിന്തുണ പോലും മഹാസഖ്യത്തിന് ഉറപ്പാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് കഷ്ടം. നിതീഷ് കുമാർ കഴിഞ്ഞാൽ ബീഹാറിൽ അലയടിച്ച മറ്റൊരു പ്രഭാവം, അത് നിശ്ചയമായും മോദി പ്രഭാവമാണ്. അതാണ് ഇവിടുത്തെ ഫാക്ടർ നമ്പർ 2. മോദി പ്രഭാവം അലയടിച്ചു എന്ന് നമുക്ക് നിസ്സംശയം പറയാം. കാരണം 2010 ശേഷം ഏറ്റവും മികച്ച പ്രകടനം BJP നടത്തിയ തിരഞ്ഞെടുപ്പാണ് ഇത്. 90-ലധികം സീറ്റ് ഉറപ്പിച്ച് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറിയിരിക്കുന്നു. BJPയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണം നയിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അദ്ദേഹത്തിനും അവകാശപ്പെടാം ഈ വിജയം. ഓരോ ദിവസവും 3-4 റാലികളിലെത്തി സംസ്ഥാനമാകെ പ്രചാരണം നയിച്ച് 10,000-കണക്കിന് കോടികളുടെ വികസന പ്രവർത്തനങ്ങൾ പ്രഖ്യാപിച്ചാണ് ഈ തിരഞ്ഞെടുപ്പ് കാലം മുഴുവൻ മോദി ബീഹാറിൽ തുടർന്നത്. നിതീഷ് കുമാറിന്റെ ഭീഷണി മറികടക്കുന്ന പ്രകടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിൽ നിന്നും ഉണ്ടാകുന്നു. ഇനി മുന്നണി വിടുമെന്ന് ഒരുപക്ഷെ നിതീഷ് കുമാർ പറഞ്ഞാൽ പോലും അത് BJPക്ക് ഒരു തരത്തിലും ഒരു കോട്ടമുണ്ടാക്കില്ല എന്നുകൂടി ഈ പ്രകടനം വിലയിരുത്തുന്നുണ്ട്. ഇനി കോൺഗ്രസിന്റെ സമ്പൂർണ്ണ തകർച്ചയാണ്, അതിലേക്കാണ് നമ്മൾ പോകുന്നത്. സമ്പൂർണ്ണമായ തകർച്ചയാണ് കോൺഗ്രസിൽ സംഭവിച്ചിരിക്കുന്നത്. 19 സീറ്റുകൾ ഉണ്ടായിരുന്ന കോൺഗ്രസ് 3 സീറ്റിലേക്ക് 3, 4, 5 അങ്ങനെ നീളുന്നുണ്ട്. ഇപ്പോഴും കൃത്യമായി കണക്ക് വന്നില്ല. പക്ഷേ ഇപ്പോൾ 4 സീറ്റുകളിലേക്ക് ഒതുങ്ങുന്നു. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ 70 സീറ്റിൽ മത്സരിച്ച് 19 സീറ്റിൽ ജയിച്ച കോൺഗ്രസ് ഇത്തവണ 61-ൽ 3 അതല്ലെങ്കിൽ 4 ഇതിലേക്ക് നിൽക്കേണ്ടി വരികയാണ്. പിന്നെ ഈ മുൻനില ചിലപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഈ നിലയൊക്കെ ചിലപ്പോൾ ഒന്ന് മാറിയേക്കാം. 2, 3, 4 എന്നൊക്കെ കണക്കാക്കി വരുന്നുണ്ട് ഇവരുടെ കോൺഗ്രസ് ലഭിച്ച സീറ്റ് നില. ഒരു കാര്യം ഉറപ്പാണ്, കോൺഗ്രസ് നന്നായി തോറ്റിട്ടുണ്ട് ബീഹാറിൽ. ഇപ്പൊ ഇതിൽ നമുക്ക് കോൺഗ്രസിന് പറ്റിയ മെയിൻ മിസ്റ്റേക്കുകൾ എന്തൊക്കെയെന്നാണ് ഇനിയിപ്പോ നമ്മൾ നോക്കുന്നത്. നോക്കൂ, സൗഹൃദ മത്സരം എന്ന പേരിൽ സ്വന്തം മുന്നണിക്കെതിരെ പല സീറ്റുകളിലും കോൺഗ്രസ് മത്സരിച്ചത് അമ്പേ പാളിപ്പോയി. അവിടങ്ങളിലൊക്കെ BJPക്ക് വഴിവെട്ടുകയായിരുന്നു കോൺഗ്രസ്. മഹാസഖ്യത്തിൽ വിള്ളലെന്ന് പറയിപ്പിച്ചു അവിടുത്തുകാരെ കൊണ്ട്. നർക്കടിയാഗഞ്ചിൽ RJD സ്ഥാനാർത്ഥിക്കെതിരെ കോൺഗ്രസ് മത്സരിച്ചു. അവിടെ BJP സ്ഥാനാർത്ഥിയാണ് ഇന്ന് വിജയിച്ചു കയറിയത്. വൈശാലിയിൽ മഹാസഖ്യത്തിന് ജയിക്കാവുന്ന സീറ്റായിരുന്നു. അവിടെ കോൺഗ്രസും RJD മത്സരിച്ചു. NDAയുടെ JDU സ്ഥാനാർത്ഥിയാണ് അവിടെ വിജയിച്ചത്. അപ്പൊ ഭൂരിപക്ഷത്തിന് ഏകദേശം തുല്യമായ സീറ്റ് കോൺഗ്രസ് സ്ഥാനാർത്ഥി പിടിച്ചതോടെ RJD സ്ഥാനാർത്ഥി അവിടെ പരാജയപ്പെടുകയായിരുന്നു. രാജാപക്കാറിൽ നോക്കിയാൽ അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കെതിരെ CPI ഒരു സ്ഥാനാർത്ഥി വെച്ചു. NDA ആണ് അവിടെ ജയിച്ചത്. ബച്ച്വാര സീറ്റിലും സമാനമാണ് ഈ സാഹചര്യങ്ങളൊക്കെയും. കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കെതിരെ CPI വേറൊരു സ്ഥാനാർത്ഥി നിർത്തി. അവിടെ ജയിച്ചത് ആരാണ്? BJP. അതായത് ഭൂരിപക്ഷത്തെക്കാൾ വോട്ട് CPI അവിടെ പിടിച്ചുവെങ്കിലും അതിൽ കാര്യമൊന്നും ഉണ്ടായില്ല.
ബീഹാർ ഷെരീഫിലും ഇതേ അവസ്ഥ തന്നെ നമുക്ക് കാണാൻ പറ്റും. കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കെതിരെ മഹാസഖ്യത്തിൽ CPI ഒരു സ്ഥാനാർത്ഥി നിർത്തുന്നു. അവിടെ ജയിക്കുന്നതും BJP ആണ്. കഹൽഗാവിൽ BJPയോട് RJD സ്ഥാനാർത്ഥി തോറ്റത് 5000-ൽ താഴെ വോട്ടുകൾക്കാണ്. അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി പിടിച്ചത് 3600-ലധികം വോട്ടുകൾ. അപ്പോൾ നോക്കൂ, എന്തുമാത്രം മണ്ടൻ തീരുമാനങ്ങളാണ് അവിടെ ഈ തിരഞ്ഞെടുപ്പ് കാലം മഹാഗഠബന്ധൻ എടുത്തത് എന്നുകൂടിയാണ് ഈ തിരഞ്ഞെടുപ്പ് ഫലം അവലോകനം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം. ഇനി അടുത്തൊരു ഫാക്ടർ, അത് ചിരാഗ് പാസ്വാനാണ്. രാംവിലാസ് പാസ്വാന്റെ മകൻ എന്ന ലേബലിൽ നിന്നും BJPയോട് ഇടയാൻ പോലും തയ്യാറായി സീറ്റുകൾ വാങ്ങിക്കൂട്ടിയാണ് ഇക്കുറി തിരഞ്ഞെടുപ്പിൽ ചിരാഗ് പാസ്വാൻ കളം നിറഞ്ഞതെങ്കിലും പാർട്ടികളുടെ സ്ട്രൈക്ക് റേറ്റ് പരിശോധിക്കുമ്പോൾ ഏറ്റവും മികച്ച പ്രകടനങ്ങളുമായി തിളങ്ങുന്നത് മറ്റാരുമല്ല, ചിരാഗ് പാസ്വാൻ തന്നെയാണ്. NDAയുടെ ബീഹാറിലെ ശക്തമായ സാന്നിധ്യമാക്കാൻ ചിരാഗിന്റെ പാർട്ടിക്ക് കഴിഞ്ഞു എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. 29-ൽ 21 സീറ്റുകളിലാണ് ജയം. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് മാത്രമുണ്ടായിരുന്ന ഒരു പാർട്ടിയുടെ അവിശ്വസനീയമായ കുതിപ്പ് കൂടി നമ്മൾ ഇത്തവണ ചിരാഗിലൂടെ കാണുകയായിരുന്നു. LJP നേടുകയായിരുന്നു. ഈ ഓട്ടുതിരിമറി വ്യക്തമായെന്ന ആരോപണം ഉയർത്തി പരാജയ കാരണം പറയുകയാണ് പ്രതിപക്ഷ നേതാക്കൾ. ജംഗിൾ രാജ് എന്ന് വിളിക്കപ്പെട്ട ലാലു പ്രസാദ് യാദവിന്റെയും റാബ്രി ദേവിയുടെയും ഭരണകാലം കഴിഞ്ഞാണ് BJP സഖ്യത്തിലേക്ക് സോഷ്യലിസ്റ്റ് പാർട്ടികൾ ചേർന്നുള്ള അധികാര വടംവലി ബീഹാർ കണ്ടു തുടങ്ങിയത് പോലും. 21-ാം നൂറ്റാണ്ടിൽ ബീഹാറിൽ ഏത് മുന്നണി വരുമ്പോഴും മുഖ്യമന്ത്രി കസേരയിലേക്ക് ആദ്യം കേൾക്കുന്ന പേര് നിതീഷ് കുമാർ തന്നെയാണ്. 6 മേഖലകൾ തിരിച്ചുള്ള നിയമസഭാ മണ്ഡലങ്ങളുടെ കണക്കുകളിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. ഈ കണക്കുകൾ നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്ന ഈ കണക്കുകൾ പരിശോധിച്ചാൽ നോക്കൂ, തിർഹുത് മേഖലയിൽ NDA 43, അവിടെ മഹാഗഠബന്ധൻ 6 സീറ്റുകളാണ് നേടിയത്. മറ്റുള്ളവർക്ക് അവിടെ നിലംതൊടാൻ കഴിഞ്ഞിട്ടില്ല. അംഗപ്രദേശിലേക്ക് വരുമ്പോൾ അവിടെ 26 NDA, ഒരിടത്താണ് മഹാഗഠബന്ധൻ. മഗധ് മേഖലയിലേക്ക് വരുമ്പോൾ 35 NDAയും 12 മഹാഗഠബന്ധനും. മിഥിലാഞ്ചലിലേക്ക് വരുമ്പോൾ 39 NDA, 11 മഹാഗഠബന്ധൻ. ഇവിടെ ഒന്നും മറ്റൊരു പാർട്ടിക്കും മറ്റൊരു മുന്നണിക്കും കാലുറപ്പിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല. സീമാഞ്ചലിലേക്ക് വരുമ്പോൾ അവിടെ ഈ സീമാഞ്ചലൊക്കെ മഹാഗഠബന്ധൻ ഏറ്റവും പ്രതീക്ഷ വച്ചിരുന്ന ഒരു സ്ഥലമാണ്. ന്യൂനപക്ഷ വോട്ടുകൾ ഏറ്റവും കൂടുതൽ സമാഹരിക്കപ്പെട്ട ഒരിടമാണ്. പക്ഷേ അവിടെയും NDAയുടെ മുന്നേറ്റമായിരുന്നു. 16 സീറ്റുകൾ അവിടെ NDAക്ക്, 3 മാത്രമാണ് മഹാഗഠബന്ധൻ. അവിടെ മറ്റ് പാർട്ടികളൊക്കെ 6 സീറ്റ് കണ്ടെത്തിയിട്ടുണ്ട്. ഭോജ്പൂർ മേഖല കൂടി നോക്കിയാൽ അവിടെ 37-8-1 ഇങ്ങനെയാണ്. ഇതാണ് മേഖല തിരിച്ചുള്ള കണക്കുകൾ. നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാകുന്ന കാര്യം, മഹാഗഠബന്ധൻ പ്രതീക്ഷിച്ചിരുന്ന സ്ഥലങ്ങളിലൊക്കെ അവിടെ NDA കടന്നു കയറുന്നത് പോലും ഇക്കുറി കൊണ്ട്. നമുക്കിനി മറ്റൊരു കമ്പാരിസൺ കൂടി നോക്കാം. നോക്കൂ, 2015 തിരഞ്ഞെടുപ്പിൽ NDA ക്യാമ്പിനെ ഞെട്ടിച്ചുകൊണ്ട് വൻ ഭൂരിപക്ഷത്തിൽ മഹാസഖ്യം അധികാരത്തിൽ വന്നതാണ്. ഇപ്പോൾ 2020-ൽ AIMIM, OICയുടെ AIMIM അവർ 5 സീറ്റുകളിലായിരുന്നു. അത് 2025 വരുമ്പോൾ 6 BSP 1, 2025 വരുമ്പോഴും അത് 1 തന്നെയാണ്. BJP 74 2020-ൽ. BJP ഇത്തവണ 2025 വരുമ്പോൾ 94. CPIM 2 2020-ൽ, അത് 1 കുറഞ്ഞു. CPI 2020-ൽ 2, 2025-ൽ 1 സീറ്റ് പോലും ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. CPI-ML 12-2 എന്നുള്ള നിലയിലേക്കായി. 12 2020-ൽ, അത് 2 കുറഞ്ഞു. HAM, ഹിന്ദുസ്ഥാൻ ആവാ മോർച്ച, അവർ 2020-ൽ 4, ഇത്തവണ 5. കോൺഗ്രസിന്റെ കാര്യം നോക്കൂ, 2020-ൽ 19 ഇടങ്ങളിൽ വിജയിച്ച കോൺഗ്രസ് ആണ് ഈ 2025 വരുമ്പോൾ 3, 4 അങ്ങനെ മാറി നിൽക്കുകയാണ്. 3, 4, 5 മാറി നിൽക്കുന്നുണ്ട്. ഇപ്പോൾ നിലവിലെ കണക്കനുസരിച്ച് 4 ഇടങ്ങളിൽ കോൺഗ്രസ് ലീഡ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. ഇനി JDU നോക്കുകയാണെങ്കിൽ 43 ആയിരുന്നു 2020-ൽ, അത് ഇക്കുറി 82, ഇരട്ടിയിലും അധികമാണ് JDUവിൻ്റെ നേട്ടം ബീഹാറിലുണ്ടായത്. LJP 2020-ൽ 1 ആയിരുന്നെങ്കിൽ ഇപ്പോൾ 19, RJD 75-ൽ നിന്ന് 25 കുറയുകയും ചെയ്തു. ഇതാണ് നമ്മളിപ്പോൾ 2020-ലെയും 2025-ലെയും ഒക്കെ ഒരു കണക്ക് നോക്കുകയാണെങ്കിൽ, ഒരു കമ്പാരിസൺ നോക്കിയാൽ മനസ്സിലാകുന്ന ഒരു കാര്യം. അപ്പോൾ ഇനിയിപ്പോൾ ഈ കോൺഗ്രസിനെ സംബന്ധിച്ച് ഇതിൽ ഏറ്റവും ദയനീയ പ്രകടനം കാഴ്ചവെച്ചത് കോൺഗ്രസ് ആയിരുന്നു അല്ലേ? RJD ഏറെക്കുറെ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചുവെങ്കിലും മഹാഗഠബന്ധൻ അടപടലം തകർന്നു. തോറ്റു തുന്നം പാടിയിട്ട് ഇനി കോൺഗ്രസ് എന്തെങ്കിലും വിശകലനം നടത്തുമെന്നും തോന്നുന്നില്ല. എങ്കിലും ആ തോൽവിയിലേക്ക് നയിച്ചൊരു കാരണമുണ്ട്. അത് കോൺഗ്രസിന് ഒരു ലക്ഷ്യബോധവും ഉണ്ടായിരുന്നില്ല എന്നൊരു സത്യമാണ്. അങ്ങനെ നിതീഷ് കുമാർ 9ാം തവണയും ബീഹാറിന്റെ മുഖ്യമന്ത്രി കസേരയിലേക്ക് എത്തുന്നു എന്ന കാര്യം ഉറപ്പാവുകയാണ്.